വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയങ്ങളിലേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ തുടക്കത്തിലെ ഓതിക്കേൽപ്പിച്ചില്ലേ വരായത്ത്, മുസ്ലിമിന്റെ വിശ്വാസം എന്താണ്? ആ നിലക്കുള്ള ക്ഷണം കേട്ട് കഴിഞ്ഞാൽ അവരുടെ നയനിലപാട് എന്താണ്? അയ്യഖൂലൂ സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. ആ നയമുള്ളവർക്ക് മാത്രമാണ് വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ച കക്ഷികൾ, അവരാണ് വിജയം വരിച്ചവർ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ? അപ്പൊ നിങ്ങൾ നോക്കൂ, വളരെ കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തട്ടെ. നേരത്തെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചില്ലേ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സംഭവം? ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലയെ പോലെയുള്ള ആളുകൾ വിവരിച്ച പ്രകാരം അത് മനസ്സിലാക്കിക്കോ. നിങ്ങൾ ഇവിടെ പറഞ്ഞു അൽ-ഇസ്നാദു മിനദ്ദീൻ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു അൽ-ഇസ്നാദു മിനദ്ദീൻ, ദീനിന്റെ ഭാഗമാണ് ഈ പാരമ്പര്യമായി ലഭിക്കുക എന്ന്. സനദ് പാരമ്പര്യം എന്നാ നിങ്ങൾ അർത്ഥം വെച്ചത്, പാരമ്പര്യം എന്നാ നിങ്ങൾ അർത്ഥം വെച്ചത്, ദീനിൽപ്പെട്ടതാണ്. എന്നിട്ട് നിങ്ങൾ എന്തു പറഞ്ഞു? അങ്ങനെ പാരമ്പര്യമായി ലഭിക്കുക എന്നത് ഇല്ലായിരുന്നു എങ്കിൽ ലഖാല മൻ ശാഅ മാ ശാഅ, ഓരോരുത്തരും ഇഷ്ടം പോലെ പറയും. അതില്ലെങ്കിൽ തോന്നിയതുപോലെ തോന്നിയവരൊക്കെ പറയാൻ തുടങ്ങും. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ല പറഞ്ഞിടത്താണുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ എന്നതാ ഒരു വിഷയം നമുക്ക് സ്വീകാര്യോഗ്യമായിട്ട് കിട്ടേണ്ടതുണ്ട്, അതിന് ശരിയായ പരമ്പര വേണ്ടതുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് ആര് കേട്ടു എന്ന കൃത്യമായ കണ്ണിമുറിയാത്ത വിശ്വസ്തരായ ആളുകളിൽ നിന്ന് കിട്ടേണ്ടതുണ്ട് കേട്ടോ. അതാണ് അവിടെ പറഞ്ഞത് അൽ-ഇസ്നാദു മിനദ്ദീൻ. അതില്ലാതെയാണെങ്കിൽ ആർക്കു എന്തും പറഞ്ഞൂടെ? അതാണ് പറയുന്നത് വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ, തോന്നിയവരൊക്കെ തോന്നിയതുപോലെ തോന്നുന്നത് പറയുമായിരുന്നു. മുജാഹിദുകൾ അങ്ങനെയല്ല, അവർ കൃത്യമായ ആ നിലക്കുള്ള പരമ്പര നോക്കിയിട്ട് തന്നെയാണ്. എന്നാലോ സമൂഹത്തിൽ പലപ്പോഴും ഇന്ന് കാണുന്നത് എന്താണ്? ഒരു വിഷയത്തിൽ തർക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങളോട് പറയുകയാണ്, അതല്ലെങ്കിൽ ഒരു മുസ്ലിയാരോട് പറയുകയാണ്, ഓ മുസ്ലിയാരേ, നിങ്ങൾ ആ ചെയ്യുന്ന വിശ്വാസം, നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം, അതല്ലെങ്കിൽ നിങ്ങളുടെ ആചാരം, അതിന് പ്രമാണമില്ല കേട്ടോ, ഖുർആനിൽ അതിന് തെളിവില്ല കേട്ടോ, ഹദീസിൽ അതിന് തെളിവില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആയത്തോ ഹദീസോ ഓതിക്കൊടുത്താൽ അവരിങ്ങനെ അന്തം വിട്ടു നിൽക്കും. ഞങ്ങൾക്കതൊന്നും കേൾക്കേണ്ട എന്ന മട്ടിൽ. ഇത് ഇമാം റാസിയുടെ കാലഘട്ടത്തിലും ഉണ്ടായി എന്ന് റാസി അതാ എടുത്തുദ്ധരിക്കുന്നത് കാണാം. അതാ കൃത്യമായി തന്നെ അവിടെ പറയുന്നു. ഞാൻ കുറെ മുഖല്ലിദുകളായ ആളുകളെ കാണുകയുണ്ടായി. وقرأت عليهم آيات كثيرة من كتاب الله تعالى في بعض المسائل وكانت مذاهبهم بخلاف تلك الآيات فلم يقبلوا تلك الآيات ولم يلتفتوا إليها وبقوا ينظرون إلي كالمتعجبين. يعني كيف يمكن العمل بظاهر هذه الآيات مع أن الرواية عن سلفنا وردت بخلافها. അദ്ദേഹം പറയുന്നത് എന്താണെന്നോ, ചില ആളുകളെ ഞാൻ കണ്ടുമുട്ടി, ചില സമൂഹത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞു. പണ്ട് കാലത്തുണ്ടായ കാര്യം പറയാ. ചില ആളുകളെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ അവരോട് ചില വിഷയങ്ങളിലൊക്കെ അള്ളാന്റെ ആയത്തോതി കൊടുത്തു. ആയത്തോതി കേട്ടോക്കുമ്പോ അവര് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവര് മനസ്സിലാക്കിയതിന് നേരെ എതിരാണ് ഈ ആയത്തിൽ കേൾക്കുന്നത്. അപ്പോൾ ഈ ആയത്ത് അവര് സ്വീകരിച്ചില്ല, അതിലേക്ക് അവർ തിരിഞ്ഞു നോക്കിയില്ല. പിന്നെയോ അവരിങ്ങനെ അന്തം മുട്ടെന്ന് നോക്കുകയാണ്. ആ നോട്ടത്തിന്റെ ഉദ്ദേശം എന്താണ്? ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത്, ഞങ്ങളുടെ ഉസ്താദിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതിനെതിരെ ഈ ആയത്തിലുണ്ടെങ്കിൽ ഞങ്ങൾ അതുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കാനാണ്? ഞങ്ങൾക്കത് സാധ്യമല്ല. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, വലൗ തഅമ്മൽത ഹഖ്ഖ തഅമ്മുലി വജദ്ത ഹാദ ദാഅ സാരിയൻ ഫീ ഉറൂഖിൽ അക്സരീന മിൻ അഹ്ലിദ് ദുനിയാ. നീ ഇത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഇതെന്നല്ലോ ദുനിയാവിലുള്ള ആളുകളിൽ മഹാഭൂരിപക്ഷത്തിലും ഈ ഒരു അസുഖം കാണുന്നുണ്ട്. ഏതസുഖം?
ഒരു കാര്യത്തെ സംബന്ധിച്ച് ഖുർആൻ ഓതി കൊടുത്താ സ്വീകരിക്കൂല, ഹദീസ് ഓതി കൊടുത്താ സ്വീകരിക്കൂല. കാരണം എന്റെ ഉസ്താദ് പറഞ്ഞതിന് എതിരാണല്ലോ ഇത്, അപ്പൊ പിന്നെ എനിക്കാ ഖുർആൻ കേൾക്കണ്ട, എനിക്കാ ഹദീസ് കേൾക്കണ്ട എന്ന നയം ഇന്ന് ലോകത്ത് പെരുകി വരുന്നു. അത് ഒരു യഥാർത്ഥ മുസ്ലിമിന് സ്വീകരിക്കാൻ പറ്റിയതല്ല. നിങ്ങൾ നോക്കൂ, അതുകൊണ്ട് എന്ത് വേണം? തെളിവ് തള്ളുകയല്ല വേണ്ടത്, തെളിവ് കൊണ്ടിട്ട് ആ തെളിവനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത്.